വൈദ്യരേ, വൈദ്യരേ, ഇങ്ങോട്ട് അടുത്തല്ലേ, ഒന്നും പറയണ്ട, എല്ലാം മനസ്സിലായി. ഒന്നും പേടിക്കണ്ട, ധൈര്യമായിട്ട് പോകും. ദക്ഷിണ ഇടൂ, 10 വരിക്കപ്ലാവിന്റെ ജോലി ഞാൻ ചെയ്തല്ലോടൂ. എന്നിട്ടൊരു പൂഴച്ചക്കയാണ് കൊണ്ടുവന്നിരിക്കുന്നത് അല്ലേ. താൻ ഭയപ്പെടണ്ട, ധൈര്യമായിട്ട് പൊക്കോ. 3 പ്രാവശ്യം വയറ്റിന്ന് പോകും. വയറ്റിന്ന് പോകുമ്പോഴും പേടിക്കണ്ട, ശരിപ്പെട്ടോളൂ. അതായത് കണ്ടോ, ഞാഞ്ഞൂള് പോലെ ഇരുന്നവനാണ്. ഒരൊറ്റ മാസത്തെ അജമാംസം. ശരീരം നോക്കി, എലുമ്പാ പിടി. എടാ, ചക്ക നിന്നെടുത്തിരിക്കുന്നോ, നിന്നെ ചക്ക എടുത്തിരിക്കുന്നോടാ? എനിക്ക് എണ്ണ ഒന്നില്ല. ആഹാ, ഈ ഉണ്ണിക്ക പോലെയുള്ള വെള്ളരിക്കാണോ എണ്ണ? ആട്ട് തലയെ തേക്കാനോ കണ്ണിലൊഴിക്കാനോ? ഏതെണ്ണയാണ് വേണ്ടത്? ഏലാതി. ആ, എലുമ്പാ പിടി. കൊണ്ടുപോ. വൈദ്യരെ പിന്നതയിലുമില്ലേ? ഇല്ലെന്ന്. എടോ, എന്റെ മുഖത്ത് നോക്കി ഇന്നതില്ലെന്ന് ഇതുവരെ ആരും ചോദിച്ചിട്ടില്ല. തന്നെ മുക്കിയെടുക്കാനുള്ള പിണതയിൽ ഇവിടെ ഉണ്ട്. എനിക്ക് എത്ര വേണം? ഒരു മാത്രത്തിന് അതാ കിടക്കുന്നത്. എനിക്ക് പിണതയിലും വേണ്ട, ഒന്നും വേണ്ട. എടോ, ഇതെന്താണെന്ന് വിചാരിച്ചിരിക്കുന്നത്? ഭരണി. ആ ഭരണിയാണെന്നല്ലേ എനിക്ക് തോന്നുന്നത്. എന്നാ ഇത് ഭരണി അല്ല. അല്ല, അത്രയും മനസ്സിലാക്കിയാൽ മതി. ഇത് വേണ്ടി വന്നാൽ ഇതേ സാധനത്തിൽ നിന്ന് 40 കൂട്ടം എണ്ണയും കുഴമ്പ് ഒരേ സമയം ഞാൻ 2 കൈകൊണ്ട് കൊച്ചിരുന്നു. അറിയാം എല്ലുമ്പോ ഇനി ആരും. അല്ലെങ്കിൽ ഇയാൾ ഒരു ഉടങ്കല്ല് വഴുത്തരാ. ഒരാഴ്ചക്ക് മുമ്പ് എനിക്കൊരു വയറ്റിൽ വന്നു. അന്നും ഒരു ഭസ്മം തന്നു. എന്റെ മകനൊരു പനി വന്നു. അന്നും ഇതേ ഭസ്മം തന്നെ വന്നു. എന്റെ അളിയച്ചാർക്ക് ഒരു മഞ്ഞപ്പിത്തം വന്നു. അന്നും ഇതേ ഭസ്മം തന്നു. പിന്നെ തനിക്ക് ഭസ്മമല്ലാതെ പുഷ്പമാണോ തരുന്നത്? ആട്ടെ, തനിക്ക് വയറ്റിൽ വേദനയാണെന്നല്ലേ പറഞ്ഞത്? മകന് പനി. മകൻ തന്റെ മകൻ തന്നെയാണല്ലോ. തന്റെ വയറ്റിൽ വേദനയാണ് മകന് പനിയായിട്ട് രൂപാന്തരപ്പെട്ടത്. തന്റെ അളിയന് മഞ്ഞപ്പിത്തം. ഇവര് 3 പേരും ഒരേ കുടുംബത്തിലുള്ളവരാണോ? ഇടോ, ഒരേ കുടുംബത്തിൽ ഒരേ രോഗം പല രൂപത്തിൽ പലർക്കായിട്ട് വരും. അതുകൊണ്ടാണ് ഒരേ ഭസ്മം തന്നത്. ഇതേ ഭസ്മം തേനിൽ ചാലിച്ച് നെറിയിൽ പുരട്ടിയാൽ പല്ലുവേദന പറകണം. അതേ ചൂട് ഗോമൂത്രത്തിൽ കലക്കി അകത്ത് കിടത്തിയാൽ വയറ്റ് വേദന പുറത്ത് കിടക്കും. ഇത് കണ്ടോ, വെറും കരിങ്കുരങ്ങാണ്. ഒരൊറ്റ മാസം ഈർക്കിലി പോലെയുള്ള പയ്യനായിരുന്നു. എടാ എലുമ്പാ. സുഹൃതം, മുജ്ജന്മ സുഹൃതം. ഒരു അവതാര പുരുഷന്റെ അഴിമ ശിഷ്യൻ നമ്മുടെ അരമനയിൽ എഴുന്നള്ളിയിരിക്കണു. ഇദ്ദേഹത്തെ ഈ നാട്ടിലേക്ക് ക്ഷണിച്ചുകൊണ്ട് വന്നത് അടിയനാണ്. സൽബുദ്ധി. ആപാന്റെ ഈ സൽപ്രവൃത്തിക്ക് നാം എന്നും കടപ്പെട്ടവനായിരിക്കും. പക്ഷേ അടിയനൊരു സങ്കടം അനുഭവിക്കേണ്ടതായി വന്നു. സങ്കടമോ? എന്താ? പറഞ്ഞോളൂ. വേണ്ട പരിഹാരം നാം ഉണ്ടാക്കി തന്നുകൊള്ളാം. തിരുമനസിൽ അതുണർത്തിക്കാൻ അടിയന് സങ്കോചമുണ്ട്. എന്തെന്നാൽ എന്താണ് അതിന്റെ ആവശ്യം? നാം ഹാവരാനെ അന്യനായി കണക്കാക്കേണ്ടില്ല. ഒട്ടും സംശയിക്കണ്ട. ഞങ്ങൾ രാജവീതിയിൽ കൂടി വരുമ്പോൾ ഈ മഹാനെ ഒരു കാവൽക്കാരൻ കയ്യേറ്റം ചെയ്തു. ദോഷം. ആരാ ഏകൻ? നമ്മുടെ നാടിന് അപമാനം വരുത്തി വെച്ചപ്പോ വഷളൻ കുഞ്ഞുണ്ണി ഉടനെ പോയി ആ മണ്ഡൂകത്തെ കണ്ടുപിടിച്ച് കൂട്ടിക്കൊണ്ടുവിടെ വരും. ചപ്പൻ. എന്റെ പൊന്നു തിരുമേനി, അടിയൊരു തെറ്റി പറ്റിപ്പോയി. നായ കടിക്കാൻ വന്നു. വാളൂതി അങ്ങനെ വെട്ട്. നായ്ക്കൊന്നും പറ്റില്ല, അവനവന്റെ കയ്യിൽ തന്നെ പോയി. ചുരകൻ ചുരകൻ. എന്താ അവന്റെ വായിലെ പച്ചമാംസം? അയ്യോ, ഇത് അടിയന്റെ കൈയാണ്. ഈ മഹാത്മാവിനെ അടിച്ച കൈ എന്ന് പറയൂ. എന്റെ അത്ഭുതം. ഈ ദിവ്യാത്മാവിനെ സാഷ്ടാംഗം പ്രകമിച്ചോളൂ. സമാധിക്കണ്ട. പൊന്നു സ്വാമി, അടിയനെ രക്ഷിക്കണം.
കാണിക്കൊന്നുമല്ലല്ലോ. എന്താ ഇത് കഥ? ഈ മഹാബാധിക്ക് തക്ക ശിക്ഷ നാം നൽകണത്. അദ്ദേഹത്തിന്റെ വിജ്ഞാന ശിക്ഷ ഇതിനകം കർത്താവിന് നൽകി കഴിഞ്ഞു. പരമാർത്ഥം വയ്ക്കോളൂ. മേലാൽ നമ്മുടെ മുന്നിൽ കണ്ടുപോരുന്നോ? ഇദ്ദേഹത്തിന് കുറച്ചുകാലം ഈ നാട്ടിൽ താമസിച്ചാൽ കൊള്ളാവുന്നുണ്ട്. ആയുഷ്കാലം ഇവിടെ കഴിയാമല്ലോ. അതിനെന്താ കുഞ്ഞുണ്ണി, വേണ്ടതെല്ലാം ഉടനെ ഏർപ്പാട് ചെയ്തോളൂ. ഒന്നിനും ലോപം വരുത്തണ്ട. എത്ര അടിയന് ഉടനെ പാണ്ഡ്യനാട്ടിലേക്ക് പോകേണ്ട കാര്യമുണ്ട്. അതിനെന്താ സമാധാനത്താലേ പോയി വരൂ. ഇദ്ദേഹത്തിന്റെ കാര്യം ഇവിടെ സുരക്ഷിത. എന്റെ അമ്മ ഉണ്ടാവും. എന്റെ അമ്മയുണ്ട്. എന്റെ അമ്മ എവിടെയാണ്? എന്റെ അമ്മയെ കൊന്ന് താനാ. പിന്നെ വിവരക്കേട് പറയരുത്. ഞാൻ പറഞ്ഞേക്കാം. വിവരക്കേട് പറയുന്ന മര്യാദ പറഞ്ഞിരുന്നു. എന്റെ അമ്മയെ വാഹത്തിന്റെ പുറപ്പെടാന്ന് പറഞ്ഞുകൊണ്ട് തീരുമാനമെന്ന് താനല്ലേ? താൻ പറഞ്ഞതനുസരിച്ച് എല്ലാം ചുറ്റുവർക്ക് ഞാൻ തനിക്കും തന്നു. തിരുമ്മി 6 മാസം കഴിഞ്ഞപ്പോ എന്റെ അമ്മയ്ക്ക് എനിക്ക് നടക്കാൻ വയ്യാതായി. ഇപ്പൊ 6 മാസമല്ലേ കഴിഞ്ഞുള്ളൂ. 4 മാസം കൂടി ഒന്ന് കഴിഞ്ഞോട്ടെ. എന്തിന്? കുഴിച്ചു മൂടാനോ? അപ്പ കുഴിച്ചു വിടുന്നത് ആരെയാണെന്ന് ഞാൻ പറയാം. അപ്പോഴല്ല ഇപ്പൊ കാണണം. ഇത് കൊടുക്കുന്നില്ല. എന്തിന്? എന്റെ കുടല് നിനക്ക് ചുട്ട തിന്നാനോ? അത് ഞാൻ കാണിച്ചു തരാം. നിനക്ക് എന്ത് പറ്റിയടാ? എന്ത് പറ്റാൻ? നിനക്ക് എന്നെ ഇഷ്ടമല്ലെങ്കിൽ ഇവിടെ വലിയ വലിയ വൈദ്യന്മാരുണ്ട്. നീ അവിടെ പോയി ചികിത്സിച്ചോ. പക്ഷെ നിന്റെ സൂക്കേട് ആര് ചികിത്സിച്ചോടാ മോനെ? എലുമ്പാ, ഇവനെ കണ്ടോടാ. എടാ നിനക്ക് എന്ത് പറ്റി? എനിക്ക് എന്ത് പറ്റാൻ? നിന്റെ മുഖത്തിനൊരു വിളർച്ച ഉണ്ടല്ലോടാ. നിന്റെ ചുണ്ടിനൊരു വരൾച്ച ഉണ്ടല്ലോടാ. നിന്റെ പല്ലിനൊരു കടുകടുപ്പുണ്ടല്ലോടാ. നിന്റെ മീശ പിരിഞ്ഞിരിപ്പുണ്ടല്ലോടാ. നിന്റെ മൂക്കത്ത് വേർപ്പുണ്ടല്ലോടാ. നിന്റെ മുടി കറുത്തിട്ടുണ്ടല്ലോടാ. എടാ നിന്റെ ചെവിക്കൊരു വിറയിലുണ്ടല്ലോടാ. കഴുത്ത് നേരെ ഇരിപ്പുണ്ടല്ലോടാ. എടാ ശരീരം അട്ടിപ്പടന്റെ വിറയ്ക്കുന്നുണ്ടല്ലോടാ. നിനക്ക് എന്ത് തോന്നുന്നു? എടാ വീട്ടിൽ വല്ലതും പറയാനുണ്ടോ? ഭാര്യയോടോ കുട്ടികളോടോ വല്ലതും പറയാനുണ്ടെങ്കിൽ നീ എന്നോട് പറ. നിനക്കിനി 2.5 നാഴിക നേരമേ ജീവിതമുള്ളോടാ. നാണോ 2 ഇവനെ വേദനിപ്പിക്കാതെ എടാ നാണോ, നീ എന്റെ കുടലെടുക്കാൻ വന്നല്ലടാ. നിന്റെ കുടുംബത്തിന്റെ കുടല് മുഴുവൻ ഞാൻ ഈ ജാറലാക്കൂടാ. ജാറലി എലുമ്പാ പിടിയടാ.